ചാക്കോട് ഇന്നിപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് മാങ്ങ പറിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മൾ പറിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തത് കത്തി എന്തിനാന്നല്ലേ പുല്ല് കൂടിയിട്ടുണ്ടാവും, ഞാൻ പുല്ലൊട്ടാനാണ്. പിന്നെ മോൾ ഭാഗത്ത് പൊക്കത്തിന് കുറച്ച് മാങ്ങ ഉള്ളതുകൊണ്ട് നമ്മൾ തോട്ടിയെടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ ഒരു പാത്രം ഉപ്പെടുത്ത് മാങ്ങ പറിക്കുമ്പോൾ മുക്കി തിന്നാനാ തോന്നും, പക്ഷെ അല്ല, മഴ ഇതിനോണ്ട് നിറച്ചൊട്ടേക്കും, അതിനെ കൊല്ലാനാണ്. അങ്ങനെ മാങ്ങ പറിക്കാൻ നേരത്തെ തന്നെ എൻ്റെ ഫ്രണ്ട് ഫറമണ്ടർ വന്നിക്കണ്. പിന്നെ നേരെ നമ്മൾ ഓരോ കൂട്ടിയിട്ട് മാങ്ങ പറിക്കാൻ ഇറങ്ങി. ഞാൻ തന്നെ ഈ കൊല്ലം ആദ്യമായിട്ട് തൊടിക്ക് ഇറങ്ങണം. കാരണം എന്താ മക്കളെ, മഴ പെയ്തിട്ട് പുല്ലിക്കാല് വെച്ചാൽ ഗെറ്റ് ടുഗറിന് ജ്യൂസ് കുടിക്കാൻ ഇറങ്ങിയ പോലെയാണ് അട്ടച്ചോര കുടിക്കാൻ ഇറങ്ങണേ. പിന്നെ മരം കണ്ടപ്പോൾ വണ്ടർ പറഞ്ഞ് നമുക്ക് തോട്ടിയൊന്നും വേണ്ട, നമുക്ക് മരത്തിൽ കയറി തന്നെ പറിക്കാമെന്ന്. അങ്ങനെ മേലൊന്നും പറിച്ചിട്ട് താഴ്ക്കറിനരും ആദ്യം ഇത് പിടിക്കും, ഓരോ സഞ്ചിയിലിട്ട് കൊടുക്കും. എന്താ കൂട്ടായ്മ പണി. ഇതിപ്പോൾ മാങ്ങ പറിക്കണേനെ കാട്ടി ഓക്ക് പൊലിവ്, ഓളെടുത്ത് പുതിയ ഷാൾ കാട്ടി തരാനാണ്. അതിൻ്റെ ഇടയ്ക്ക് കാലിലെന്താ കുളിര് നോക്കിയപ്പോൾ അല്ലെങ്കിൽ മഴക്കാലമായി അങ്ങനെ തന്നെ. പിന്നെ മരത്തിന്റെ മണ്ടയിലായതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അവിടെ തിന്നപ്പത്തിനും അടുത്തതും കയറിക്കണ മേത്ത് ഫാനിന്റെ ഉള്ളിൽ എത്തിക്കണ്. അട്ടയാണെങ്കിൽ പാൻറ്റിൻ്റെ ഉള്ളിൽ കയറി പോയിക്കണ്. അല്ലെങ്കിൽ ജീവിക്ക് മാനം മര്യാദക്കും ചോരടിച്ച് ജീവിച്ചൂടെ, അതിനൊന്നും കഴിയൂല. ഇനി അടുത്തട്ടപ്പോൾ കയറി മുഖത്തേക്കും കടിക്കും. അപ്പോൾ ഞാൻ പുല്ലൊന്നും ഇല്ലാത്തടത്ത് മാറിന്ന്. അപ്പോഴാണ് അലിഫിനെ പണ്ട് ജേഴ്സിന്റെ പാൻറ്റ് അട്ടടിച്ചതിന് ഓർമ്മ വന്നത്. ഒരു ദിവസം തൊടി പോയി വന്നിട്ട് ഉമ്മാന്റെ ചുണ്ണാണിയുടെ പൂപ്പിലെന്ന് പറയണ്ടേനി. നോക്കുമ്പോൾ എന്താ കൾച്ചറുള്ള സട്ട ചോര കുടിച്ച് സുമോഗുസ്തിന്റെ ഏൽപ്പിക്കണം. പക്ഷെ അത് സീക്രട്ട് ആയതുകൊണ്ട് നമ്മൾ ആരോടും പറയാറില്ല. അങ്ങനെ ഞങ്ങളെ താഴത്ത് അട്ടടിക്കലോ വണ്ടറിന്റെ മേലത്തെ മാങ്ങറിക്കലും കഴിഞ്ഞിട്ട് ഓൻ താഴ്ക്കിറങ്ങി. അപ്പോഴാണ് ഓർമ്മ താഴിന്റെ ഒരു മാങ്ങ കൂടി ഉണ്ടേനി. ഓ അങ്ങോട്ട് പോയാൽ പിന്നെ ഉണ്ടല്ലോ കുടുംബസമേതം അട്ട കയറും വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകണം നമ്മൾ ഒഴിവാക്കി. അട്ട അടിച്ചാലിപ്പോൾ എന്താ സങ്കടമല്ലാണ്ട് നമുക്കൊരു ചാക്ക് മാങ്ങ കിട്ടിയില്ല, അതന്നെ സന്തോഷം. അങ്ങനെ മാങ്ങ നമ്മൾ നേരെ അവിടെ കൊണ്ടുവച്ച്. അങ്ങനെ ഉമ്മ നമുക്ക് കുറച്ച് ചക്ക കഴിക്കാൻ തന്നു. പിന്നെ കുറച്ച് മാങ്ങ നമ്മൾ കുറച്ച് ഉപ്പും മുളകും കൂട്ടി തിന്ന്. അങ്ങനെ നമ്മൾ പരണ്ട് മുന്നിക്കുള്ള സ്വിമ്മിംഗ് പൂൾക്ക് വണ്ടി ഇറക്കിയിട്ട് ഓരങ്ങനെ പറിക്കുകയും. അപ്പോൾ അത്രയുള്ളൂ. ബായ്.